വീട്ടിൽ വെച്ചൊരു ദിവസം ഈ റെഡിമെയ്ഡ് പിസ്സ ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിന്റെ ഭൂതകാലത്തിനെ പറ്റി ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചത്. ഫ്യൂഡൽ പ്രഭുവായ ഡ്യൂക്ക് മെറീനോ രണ്ടാമന്റെ മകൻ എല്ലാ ക്രിസ്മസ് ദിനത്തിലും എല്ലാ ഈസ്റ്ററിലും ഗേറ്റയിലെ ബിഷപ്പിനും 12 പിസ്സകൾ നൽകേണ്ടി വന്നു എന്ന് രേഖകൾ വിവരിക്കുന്നുണ്ട്. പിസ്സ എന്ന വാക്കിന്റെ ഏറ്റവും പഴക്കമുള്ള ലിഖിത തെളിവാണിത്. കണ്ടെത്തിയതിൽ വെച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ ഇറ്റാലിയൻ വാക്കുകളിൽ ഒന്നാണ് പിസ്സ. ഇന്ന് കാണുന്ന പിസ്സയുടെ ജന്മദേശം ഇറ്റലിയിലെ നേപ്പിൾസ് ആണ്. 1700-1800കളിൽ നേപ്പിൾസിൽ പണിയെടുക്കുന്ന നല്ലൊരു കൂട്ടം ദരിദ്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പണ്ടുകാലം മുതലേ പല കോലത്തിലും ഈ പലഹാരം ഉണ്ടായിരുന്നുവെങ്കിലും ഇവർക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതും എന്നാൽ വില കുറഞ്ഞതുമായ ഒരു ആഹാര പദാർത്ഥം വേണം. തെരുവ് കച്ചവടക്കാരിൽ നിന്നും അങ്ങനെ ഫോമൽ അല്ലാത്ത റെസ്റ്റോറന്റുകളിൽ നിന്നും ലഭിക്കുന്ന ഒരു ഫ്ലാറ്റ് ബ്രെഡിൽ വെജിറ്റബിൾ ടോപ്പിംഗ്സും ചീസും ഒക്കെയുള്ള പിസ്സയാണ് അവരുടെ ഈ ആവശ്യം നിറവേറ്റിയത്. ഏതു നേരവും അവർ പിസ്സ കഴിക്കാൻ തയ്യാറായിരുന്നു. ഈ ഭക്ഷണം ഹൈക്ലാസ് ഒക്കെ കണ്ടിരുന്നത് ഡിസ്ഗസ്റ്റിംഗ് എന്നായി. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശേഷം ഉംബർട്ടോ രാജാവും ഭാര്യ മാർഗരീറ്റയും നേപ്പിൾസിലെത്തുകയും അവിടെ വെച്ച് അവർ പിസ്സ കഴിക്കാൻ ഇടയാകുകയും ചെയ്തു. രാജ്ഞിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല മോസറല്ല ചീസും ചുവന്ന തക്കാളിയും ബേസിൽ ഇലയും ചേർത്ത പിസ്സ ആയതുകൊണ്ട് അതിന്റെ പേര് തന്നെ പിസ്സ മാർഗരീറ്റ എന്നായി. പിന്നീട് നേപ്പിൾസിൽ നിന്നും ഒരുപാട് പണിക്കാരായി അമേരിക്കയിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ പ്രധാന നഗരങ്ങളിൽ അവർ അവരുടെ ഇഷ്ടവിഭവം തയ്യാറാക്കുകയും ചെയ്തതോടെ പിസ്സയുടെ സുഗന്ധത്തിലും രുചിയിലും അമേരിക്കയിലെ ആളുകൾ വീഴാൻ തുടങ്ങി. പിന്നെ ഇഷ്ടം ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങളിലേക്കൊക്കെ പടർന്നു കയറി. എന്തിനു പറയുന്നു, ഇനി കേരളത്തിലെ ഈ കോണിലുള്ള എൻ്റെ വീട്ടിലെ എൻ്റെ മനസ്സ് വരെ പിസ്സയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ്. അപ്പോൾ സ്നേഹത്തോടെ നന്ദി.